നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമം ലംഘിച്ച് കരിങ്കൽ കയറ്റിപ്പായുന്ന ടിപ്പർ ടോറസ് ലോറികളെ കുടുക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത് 14 വാഹനങ്ങൾ. SP-യുടെ പ്രത്യേക സ്ക്വാഡ് തൊടുപുഴ മേഖലയിൽ മിന്നൽ പരിശോധന നടത്തിയത് പുലർച്ചെ. പിടികൂടിയ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് പോലീസ്. അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നു. 1 കോടി രൂപ ചെലവഴിച്ച് പണികഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിച്ചു. ടെക്നിക്കൽ സ്കൂളിനെ ഹൈസ്കൂൾ നിലവാരത്തിൽ നിന്നും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും MLA. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം തുറന്നു. പാർക്ക് അടച്ചിട്ടിരുന്നത് 2 മാസത്തേക്ക്. ഉദ്യാനം തുറന്നതോടെ മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്കിനിയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷ. ഇടുക്കിയുടെ വിനോദസഞ്ചാര രംഗത്ത് ഏറെ സാധ്യതകളുള്ള കാൽവരി മൗണ്ടിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തം. പ്രധാന പാതയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതരുടെ ശ്രദ്ധയുണ്ടാവണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകൾ. നിയമം ലംഘിച്ച് കരിങ്കൽ കയറ്റിപ്പായുന്ന ടിപ്പർ ടോറസ് ലോറികളെ കുടുക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത് 14 വാഹനങ്ങൾ. പുലർച്ചെയായിരുന്നു SP-യുടെ പ്രത്യേക സ്ക്വാഡ് തൊടുപുഴ മേഖലയിൽ മിന്നൽ പരിശോധന നടത്തിയത്. 12 ടോറസ് ലോറികൾ, 1 ടിപ്പർ, 1 മിനി ടിപ്പർ എന്നിവയാണ് പിടികൂടിയത്. കൂടുതലും പാസില്ലാതെ അനധികൃതമായി കരിങ്കല്ല് കടത്തിയ വാഹനങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു. അമിത ലോഡ് കയറ്റിയ വാഹനങ്ങളും പിടികൂടിയവയിൽ ഉൾപ്പെടും. അമിത വേഗത്തിൽ കയറ്റി പായുന്ന ലോറികളിൽ നിന്നും കല്ലും മറ്റും റോഡിലേക്ക് വീഴുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രത്യേക സംഘം വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള CI, SI എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. രാവിലെ 6 മണിക്ക് ശേഷമാണ് ക്രഷറുകളിൽ നിന്നും വാഹനങ്ങൾക്ക് പാസ് നൽകുന്നത്. എന്നാൽ ഇതിനും ഏറെ നേരത്തെ തന്നെ വാഹനങ്ങളിൽ പാസില്ലാതെ അമിത ലോഡ് കയറ്റി പോകുകയാണ് ഇവർ ചെയ്യുന്നത്. കൂടുതൽ ട്രിപ്പ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പാസില്ലാതെ ലോഡ് കയറ്റി പായുന്നത്. തിരക്കേറുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും ടിപ്പറും ടോറസും ഓടുന്നതിന് നിയന്ത്രണമുണ്ടെങ്കിലും ഇതും മറികടന്നാണ് ഇവർ നിരത്തുകളിലൂടെ പായുന്നത്. പിടികൂടിയ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് പോലീസ് പറഞ്ഞു. അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നു. 1 കോടി രൂപ ചെലവഴിച്ച് പണികഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിച്ചു. ടെക്നിക്കൽ സ്കൂളിനെ ഹൈസ്കൂൾ നിലവാരത്തിൽ നിന്നും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചിലവഴിച്ചാണ് സ്കൂൾ മൈതാനം നിർമ്മിക്കുന്നത്. നിരവധി സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ടെക്നിക്കൽ സ്കൂളിനെ ഹൈസ്കൂൾ നിലവാരത്തിൽ നിന്നും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. പല സ്ഥലങ്ങളിൽ വാടകയ്ക്കാണ് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് സ്വന്തമായി ഒരു സ്ഥലത്ത് ടെക്നിക്കൽ ഹൈസ്കൂൾ ആരംഭിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ ഏറ്റവും മനോഹരമായി ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഈ സ്കൂളിലെ എല്ലാവർക്കും സാധിച്ചു. സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോയി. ഇത് ഹൈസ്കൂൾ എന്നുള്ളത് ഹയർ സെക്കൻഡറി ആയി ഉയർത്തുന്നുള്ളത്. ഞങ്ങളൊരു ഒരാഴ്ചയായി ഇതിൻ്റെ പുറകിൽ ഇത് അറിയിപ്പ് വന്നു. പക്ഷേ ഇതുവരെ നടന്നില്ല. അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത് വരാതിരിക്കുന്നത്. ഈ വരും വർഷം തന്നെ അത് തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിപാടിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PA സോളമൻ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ PN നാദിഷ, സ്കൂൾ സൂപ്രണ്ട് TP കുര്യാക്കോസ്, സ്കൂൾ അധ്യാപകർ, PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വരയാടുകളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം തുറന്നു. 2 മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്തതോടെ സഞ്ചാരികളുടെ തിരക്കിനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനത്തിൽ വീണ്ടും സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. വരയാടുകളുടെ പ്രജനനവുമായി ബന്ധപ്പെട്ട് ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. 2 മാസത്തിനിടെ ഇരവികുളം മേഖലയിലെ
കുമരിക്കല്ല്, ആനമുടി, വരയാട്ടുമുട്ട, മേസ്തിരിക്കെട്ട്, ലക്കം, രാജമല എന്നിവിടങ്ങളിലായി നിരവധി വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട്. കുമരിക്കല്ല് ഭാഗത്താണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ കണ്ടത്. എന്നാൽ ഇവയുടെ എണ്ണം ലഭ്യമായിട്ടില്ല. 100-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ മേഖലയിൽ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20-ന് ശേഷം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണക്കെടുപ്പിൽ എണ്ണം കൃത്യമായി അറിയാം. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്തതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇടുക്കിയുടെ വിനോദസഞ്ചാര രംഗത്ത് ഏറെ സാധ്യതകളുള്ള കാൽവരി മൗണ്ടിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തം. പ്രധാന പാതയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതരുടെ ശ്രദ്ധയുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജില്ലാ ആസ്ഥാനത്തോട് ചേർന്നുള്ള കാൽവരി മൗണ്ട്. ഒരു ഭാഗത്ത് ഇടുക്കി ജലാശയത്തിന്റെ മനോഹര കാഴ്ചകളും മറുഭാഗത്തേക്ക് നീങ്ങിയാൽ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള മലമടക്കുകളും കാണാം. 100 കണക്കിന് സന്ദർശകരാണ് കാൽവരി മൗണ്ടിലേക്ക് ദിവസവും എത്തുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാൽവരി മൗണ്ടിന്റെ വികസനത്തിന് തടസ്സമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. വളരെ പ്രകൃതി ഭംഗി കൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രദേശം, പരന്നു കിടക്കുന്ന ഇടുക്കി ജലാശയം, അതിൻ്റെ ചുറ്റുപാരമുള്ള വന്യജീവി സങ്കേതം, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. പിന്നെ ഇവിടെ ഏത് സമയത്ത് വന്നാലും, എത്ര വെയിലുള്ള ഉച്ച സമയത്ത് വന്നാൽ പോലും അതിൻ്റെ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടത്തില്ല. ഒരു തണുത്ത കാറ്റ്, ഈ പുൽമേടുകളിൽ തട്ടി വരുന്ന ഒരു തണുത്ത കാറ്റ് ഒക്കെ നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് വളരെ മനോഹരമായ, മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ കുളിർമ പകരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കാൽവരി. എന്നാൽ ഇവിടേക്ക് എത്താൻ ഒരു അല്പം പ്രധാന റോഡിൽ നിന്നും തൊടുപുഴ പുളിയമ്പല സംസ്ഥാന പാതയിൽ നിന്നും കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി റോഡൊക്കെ പണിതിട്ടുണ്ടെങ്കിലും അല്പം കൂടിയൊക്കെ നല്ല റോഡിൻ്റെയൊക്കെ വീതിയൊക്കെ വർദ്ധിപ്പിച്ച് വെച്ചിട്ടുള്ള വികസനമൊക്കെ ഉണ്ടെങ്കിൽ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ നിരവധി ആൾക്കാർ, ധാരാളം ആൾക്കാർ ഇനിയും കടന്നു വരും. അത് സർക്കാരിനും നമ്മുടെ ജില്ലാസ്ഥാനത്തിനും ഒക്കെ, അല്ലെങ്കിൽ നാടിനും ഒക്കെ വലിയ മുതൽക്കൂട്ടായിട്ട് മാറും. ജില്ലയ്ക്ക് പുറത്തുനിന്നും എത്തുന്നവർക്ക് താമസ സൗകര്യം പരിമിതമാണ്. 1-2 സ്വകാര്യ ലോഡ്ജുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 1 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ടൂറിസം സെന്ററിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും ടൂറിസം സെന്ററിലേക്ക് 1 കിലോമീറ്റർ ദൂരമാണുള്ളത്. റോഡുകളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ കാൽവരി മൗണ്ട് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും. സഹകരണ ജനാധിപത്യവേദി ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സഹകാരി ധർണ നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വികലമായ നയങ്ങൾക്കെതിരെയാണ് സഹകരണ ജനാധിപത്യവേദി ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കേരള ബാങ്ക് ശാഖയ്ക്ക് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന സഹകരണ മേഖല യാതൊരു പ്രയോജനവുമില്ലാത്ത തരത്തിലാക്കിയിരിക്കുകയാണെന്നും സാധാരണക്കാരന് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാതെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ ജില്ലാ ബാങ്ക് പുനർസ്ഥാപിക്കുമെന്നും EM അഗസ്തി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന നിലയിൽ ക്യാപിറ്റൽ കാര്യത്തിൽ, ടെക്നോളജി കാര്യത്തിൽ ഏറ്റവും മികച്ച സാങ്കേതിക യോഗ്യത ബാങ്ക് എന്ന നിലയിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ ബാങ്കായി ഇടുക്കി ബാങ്കിനെ പ്രയോജനപ്പെടുത്തി. ആ സേവനം ഇപ്പോൾ ഈ ബാങ്കിൽ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്നുണ്ടോ? 30 ദിവസം വായ്പ ഡിസ്പോസ് ചെയ്യുമായിരുന്നു ഇടുക്കി ജില്ലാ ബാങ്ക്. ഇപ്പൊ 3 മാസം കഴിഞ്ഞാൽ ഒരു ലോൺ വായ്പ നിങ്ങൾ തീർപ്പെടുക്കാറുണ്ടോ? എന്താ കാര്യം? മാനേജ്മെന്റിന്റെ കൈകാര്യ പദ്ധതിയാണ്. ഭരിക്കാൻ അറിയാത്തവർ ഭരിച്ചാൽ, അല്ലെങ്കിൽ ഭരണത്തിൽ സുതാര്യതയില്ലാത്തവൻ കടനെ കവലയിപ്പിക്കാറുണ്ടാകുന്ന ദുരന്തമാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എണ്ണപ്പെട്ട സ്ഥാപനങ്ങൾ കേരളം മുഴുവൻ കൊള്ളയടിച്ചുള്ള കാര്യങ്ങൾ കണ്ടലയും കരവന്നൂരും മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒത്തിരിയേറെ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതൊരു ദുരന്തമാണ്. ആ ദുരന്തം ആവർത്തിക്കരുത്. ഗവൺമെന്റ് ഇടപെടണം, ഇടപെട്ട് പരിഹാരമുണ്ടാക്കണം. ഒരു കാര്യം ഞാൻ പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. വന്നാൽ സഹകരണ മേഖലയുടെ സത്യസമൂഹ പുനഃപ്രതിഷ്ഠിക്കുന്നതിനാവശ്യമായ നടപടികൾ ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിക്കും. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണവേദി ജില്ലാ ചെയർമാൻ ജോയി തോമസ്, മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, എബ്രഹാം പന്തമാക്കൽ, തോമസ് മൈക്കിൾ, ജോയി ആനത്തോട്ടം, സിജു ചക്കുമൂട്ടിൽ, പ്രശാന്ത് രാജു, KA മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവടത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന കട്ടപ്പന നഗരസഭയുടെ ഉറപ്പ് പാഴായി. നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്
വഴിയോര കച്ചവടം തകൃതിയാണ്. ഇതോടെ കച്ചവടം തടഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി രംഗത്തു വന്നു. നഗരസഭ നടപടി സ്വീകരിക്കാത്ത പക്ഷം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇനി പരിശോധന നടത്താൻ അനുവദിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ അറിയിച്ചു. കട്ടപ്പന നഗരത്തിലെ വഴിയോര കച്ചവടം മുമ്പ് വ്യാപകമായതോടെ കച്ചവടക്കാർ ശക്തമായ പ്രതിഷേധവുമായി നിരവധി തവണ രംഗത്ത് വന്നിരുന്നു. അന്നെല്ലാം ഇത്തരത്തിലെ കച്ചവടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അവ കർശനമാക്കുമെന്നുമാണ് നഗരസഭ നൽകിയ വിശദീകരണം. എന്നാൽ ആ വാക്കുകളെല്ലാം പാഴാവുന്ന കാഴ്ചയാണ് നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത്. പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും വഴിയോര കച്ചവടം തകൃതിയാവുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ളവരാണ് ലോറിയിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിൽക്കുന്നതിനായി നഗരത്തിലെത്തുന്നത്. ഇതോടെ വ്യാപാരം തടഞ്ഞുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നു. വ്യാപാരിദ്രോഹ നടപടികൾ മാത്രമാണ് നഗരസഭയുടെ പക്ഷത്തു നിന്നുണ്ടാകുന്നത്. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്നവർക്ക് ഇത്തരത്തിലെ വഴിയോര കച്ചവടവും നഗരസഭയുടെ ഇരട്ട നീതിയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പല ഘട്ടങ്ങളിലും വഴിയോര കച്ചവടം നഗരസഭ അധികൃതരെ അറിയിച്ചിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല. സ്ഥിതി ഇത്തരത്തിൽ തുടർന്നാൽ വ്യാപാരി സമൂഹം ഒന്നാകെ നിയമങ്ങൾ തെറ്റിക്കുകയും വഴിയോര കച്ചവടക്കാരെ പോലെ തന്നെ നിയമങ്ങൾ കാറ്റിൽ പറത്തി വ്യാപാരം നടത്തുകയും ചെയ്യും. തുടർന്ന് നഗരസഭ പരിശോധനയുമായി രംഗത്ത് വന്നാൽ അത് തടയുമെന്നും സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. ഇവിടെ ഒരു വ്യാപാരങ്ങളും നടക്കുന്നില്ല. അത്രയും വ്യാപാര പ്രതിസന്ധി നേരിടുന്ന ഈ വ്യാപാര സമൂഹത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഈ വഴിയോര കച്ചവടം കർശനമായിട്ട് നിരോധിക്കുകയും ചെയ്യണം. അതിനുവേണ്ട നടപടിക്രമങ്ങളുമായിട്ട് കട്ടപ്പന നഗരസഭ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാര സമൂഹം ഒന്നടങ്കം ഈ നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് ഈ വഴിയോര കച്ചവടക്കാർക്ക് കിട്ടുന്ന അതേ അവകാശങ്ങൾ ഇവിടെ സാധാരണമായിട്ട് ചെയ്യുന്ന വ്യാപാരികൾക്കും കൊടുക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ്. ഇവർ ഏതെങ്കിലും പരിശോധനകളുമായിട്ട് ഈ വഴിയോരത്ത് ചെയ്യുന്ന കച്ചവടക്കാരുടെ ക്യാരി ബാഗുകൾ, നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുക്കാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിൽ കയറി ഇനിയും ക്യാരി ബാഗിന്റെ പരിശോധനയോ മറ്റനുബന്ധ പരിശോധനകളുമായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ട് അതിനെ തടയുമെന്നും നിയമത്തെ നിഷേധിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു നിലപാട് വ്യാപാരികൾക്കും വ്യാപാര സംഘടനകൾക്കും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ചില വ്യാപാര സംഘടനകൾ കട്ടപ്പന നഗരസഭയുടെ ധിക്കാരപരമായിട്ടുള്ള തീരുമാനങ്ങളെ അനുകൂലിച്ച് അവർക്ക് കൊട പിടിച്ചുകൊണ്ട് ആ മുനിസിപ്പാലിറ്റിയുടെ ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് ഒരു വ്യാപാര സമൂഹത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടും ചില വ്യാപാര സംഘടനകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു നിലപാട് വ്യാപാരി വ്യവസായി സമിതി സ്വീകരിക്കില്ല. ഈ വ്യാപാരികളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ വ്യാപാര സമൂഹം നേരിടുന്ന പ്രതിസന്ധിക്ക് തീരുമാനമുണ്ടാകുന്നതിന് വരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളും ഈ നിയമനിഷേധമടക്കമുള്ള കാര്യങ്ങളിലോട്ട് വ്യാപാരി വ്യവസായി സമിതിയെ തള്ളിവിടരുത്. അങ്ങനൊരു നിലപാട് നഗരസഭ സ്വീകരിക്കരുത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കട്ടപ്പന പൊതുമാർക്കറ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്കായുള്ള വസ്തുക്കൾ ഡിസ്പ്ലേ ചെയ്തതിന് നഗരസഭ നടപടിയുമായി രംഗത്ത് വന്നത്. ഇതേ സാഹചര്യത്തിലാണ് വഴിയോര കച്ചവടം മറുഭാഗത്ത് തകൃതിയാകുന്നത്. വഴിയോര കച്ചവടത്തിനെതിരെ ബോർഡ് സ്ഥാപിക്കുകയോ അറിയിപ്പ് നൽകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. നഗരസഭയുടെ വ്യാപാരദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കട്ടപ്പന ഇടുക്കിക്കവല, വെള്ളയാങ്കുടി റോഡ്, ബിവറേജ് റോഡ് എന്നിവിടങ്ങളിലായിട്ടാണ് വഴിയോര കച്ചവടം തകൃതിയാകുന്നത്. അതോടൊപ്പം കട്ടപ്പന കുന്തളംപാറ മാർക്കറ്റ് റോഡിൽ അതിഥി തൊഴിലാളികൾ വഴിയോര കച്ചവടം വർദ്ധിച്ചു വരികയാണ്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കമാണ് ഓരോ വഴിയോര കച്ചവട ഇടങ്ങളിലും ഉള്ളത്. അതോടൊപ്പം ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും നടക്കുന്നുണ്ടെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. തെന്മല എസ്റ്റേറ്റ് 9ാം ഡിവിഷനിലാണ് 5ഓളം കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആനകൾ ഇവിടെ കൃഷിനാശം വരുത്തി. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്നാണ് ആവശ്യം. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന തെന്മല എസ്റ്റേറ്റ് 9ാം മൈൽ ഡിവിഷനിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. 5ഓളം ആനകളാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് സ്വൈര്യവിഹാരം നടത്തുന്നത്. ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ള ആനകൾ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. ഈ ആനകളെ പ്രദേശത്തു നിന്നും തുരത്തണമെന്നാണ് ആളുകളുടെ ആവശ്യം. വേനൽക്കാലം ആരംഭിച്ചതോടെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. പടയപ്പിയെയും ഒറ്റക്കൊമ്പനെയും പോലുള്ള ഒറ്റയാന്മാർക്ക് പുറമെയാണ് കാട്ടാനക്കൂട്ടവും ജനവാസ മേഖലകളിലേക്ക് എത്തിയിട്ടുള്ളത്. ആനകളുടെ സാന്നിധ്യമുള്ളതിനാൽ ആളുകൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. ആളുകൾക്കും വീടുകൾക്കും നേരെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ജർമ്മനി, പോളണ്ട് എന്നിവിടങ്ങളിലെ ജോലി ഒഴിവിലേക്കായി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 7 രാവിലെ 11:30 മുതൽ കട്ടപ്പന ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് ജോബ് ഫെയർ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദേശ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒരുക്കുന്ന മികച്ച ജോബ് ഫെയറാണ് കട്ടപ്പനയിൽ നടക്കുന്നത്. സിക്കിം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGC അംഗീകൃത മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയും കട്ടപ്പന നഗരസഭയും കട്ടപ്പന ലയൺസ് ക്ലബ്ബും ചേർന്നാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യും. അതാണ് മെയിൻ ഒരു ഇത് വരുന്നത്. അതിനകത്ത് എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല. നഴ്സസിനെ സംബന്ധിച്ച് ANM ആപ്ലിക്കബിൾ അല്ല. GNM ഓർ BSc നഴ്സിംഗ് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഓർ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് കുഴപ്പമില്ല, ബോത്ത് എലിജിബിൾ ആണ്. അവർക്ക് ലാംഗ്വേജ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. വൺസ് സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് പോകുന്ന കാര്യങ്ങളോട്ട് പോകും. അവർക്ക് ജസ്റ്റ് ഇന്റർവ്യൂ ക്വാളിഫൈ ചെയ്യണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ.
വിത്തൗട്ട് എനി ഫീ പേയ്മെന്റ് അവർക്ക് പോകാൻ പറ്റും, ഇൻക്ലൂഡിങ് അവരുടെ ഫ്ലൈറ്റ് ചാർജ് അടക്കം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ മീൻസ് നമ്മുടെ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ബെയർ ചെയ്യുന്നത്. നഴ്സസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ 7-ാം തീയതി രാവിലെ 11:30 കട്ടപ്പന ലയൺസ് ക്ലബ് ഹാളിലാണ് തൊഴിൽമേള നടക്കുക. ജർമ്മനിയിൽ സ്റ്റാഫ് നഴ്സ് വിഭാഗത്തിൽ ഒഴിവുകളുണ്ട്. പ്രവൃത്തി പരിചയം ആവശ്യമില്ല. കൂടിയ പ്രായപരിധി 40 വയസ്സാണ്. അതിനകത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി ത്രൂ ഉള്ള ഒരു ജോബ് ഫെയർ നമ്മുടെ കട്ടപ്പന ലയൺസ് ക്ലബും അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് നമ്മുടെ ലയൺസ് ക്ലബിന്റെ ഹാളില് 7th 7ാം തീയതി, കമ്മിങ് 7th 7ാം തീയതി നമ്മളൊരു ഇവന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. 11:30 മണിക്ക് ആണ് ചെയ്യുന്നത്. നമുക്ക് 2 കാറ്റഗറി ഉണ്ട് അതിനകത്ത്. നമുക്ക് നഴ്സിംഗ് കാറ്റഗറി എന്ന് പറയുന്നത് ജർമ്മനിയിലേക്ക് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ജർമ്മൻ മാത്രം നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് അവർക്ക് അവരുടെ ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. B1 B2 ലാംഗ്വേജ് മാൻഡേറ്ററി ആണ്. അതില്ലാതെ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പോളണ്ടിലേക്കുള്ള വാക്കൻസീസ് ഉണ്ട്. അത് ലോജിസ്റ്റിക്സിലേക്കാണ്. പോളണ്ടിൽ ജനറൽ വർക്കർ വിഭാഗത്തിൽ 300-ലേറെ ഒഴിവുകളാണുള്ളത്. ഭാഷ, വിദ്യാഭ്യാസ പരിധികളില്ല. 45 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7306350262 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. വാർത്താസമ്മേളനത്തിൽ PM ഹരി, C നിമ്മി എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ശുചിത്വ പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും പൂർണ്ണ ശുചിത്വമായി പ്രഖ്യാപിക്കുന്നത്. ഇതിനു മുന്നോടിയായി വിവിധങ്ങളായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് തലത്തിലെ ശുചിത്വ പ്രഖ്യാപനങ്ങൾക്ക് ശേഷമാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടന്നത്. പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയും ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് പരാമർശിക്കപ്പെട്ട BEOമാരും ഹരിതകർമ്മസേനയും അതോടെ നമ്മുടെ RPമാരടക്കം നമ്മുടെ എല്ലാ ജീവനക്കാരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു കേവല പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാമ്പയിനായി നമുക്ക് മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഭാവി തലമുറയ്ക്ക് നല്ല ഒരു കേരളത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ജനകീയ ക്യാമ്പയിൻ എന്ന നിലയിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത്. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മികച്ച ശുചിത്വ ഗ്രാമപഞ്ചായത്തായി ഇരട്ടയാറിനെ തിരഞ്ഞെടുത്തു. ഒപ്പം മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം, മികച്ച CDS എന്നിവയും ഇരട്ടയാറിനാണ്. മികച്ച സർക്കാർ സ്ഥാപനമായി ചെമ്പകപ്പാറ പ്രൈമറി ഹെൽത്ത് സെന്ററിനെ തിരഞ്ഞെടുത്തു. മികച്ച സ്കൂളായി അണക്കര മോൺഫോർട്ടിനെയും ചെല്ലാർകോവിൽ തോമസ് T ആലാനിക്കലിന്റെ ഭവനത്തെ മികച്ച വീടായും തിരഞ്ഞെടുത്ത ഉപഹാരങ്ങൾ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അധ്യക്ഷയായിരുന്നു. മാലിന്യമുക്ത നവകേരളം പദ്ധതി ക്യാമ്പയിൻ വിശദീകരണം സെക്രട്ടറി ബേബി രജനി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ഷൈനി റോയി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയ്മോൾ ജോൺസൺ, ജോസ് അൻസൽ പുതുമന, ആനന്ദ സുനിൽകുമാർ, സുരേഷ് കുഴിക്കാട്ട, സുരേഷ് മാനങ്കേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ ഉൾപ്പെട്ട മില്ലുംപടി സ്നേഹദീപൻ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് യാത്രാക്ലേശമുണ്ടാക്കുന്നു. നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ദിവസവും നിരവധിയായ ആളുകൾ യാത്രക്കായി ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ ഉൾപ്പെടുന്ന മില്ലുംപടി സ്നേഹദീപം റോഡ്. പ്രദേശത്തെ പ്രധാന ഇടവഴികളിലൊന്നായ ഈ റോഡിന്റെ ഏതാനും ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. റോഡിൽ മുമ്പ് ടാറിംഗ് ജോലികൾ നടത്തിയെങ്കിലും ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് ഇളകിപ്പോയതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ടാറിംഗ് അല്ല, പകരം കോൺക്രീറ്റ് ജോലികൾ നടത്തി റോഡ് യാത്രായോഗ്യമാക്കുകയാണ് വേണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആ സ്നേഹദ്വീപിൻ്റെ പ്രധാന റോഡാണിത്. അപ്പോൾ സ്നേഹദ്വീപ് അംബേദ്കർ റോഡുമായി കണക്ട് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ റോഡിൽ നിന്ന് തന്നെ അംബേദ്കർ റോഡിൽ നിന്നും 200 ഏക്കർ മില്ലുംപടി 4 സെന്റ് കോളനിയിലേക്കുള്ള റോഡിലേക്ക് കണക്ട് ചെയ്ത് വേറൊരു പാരൽ റോഡുമുണ്ട്. ഈ റോഡ് രണ്ടും കോൺക്രീറ്റ് ചെയ്താലേ ഇവിടെ നിലനിൽക്കുള്ളൂ. ഇത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിയന്തരമായി ഈ റോഡ്, ഈ കുണ്ടും കുഴി ആയി കിടക്കുന്ന ഈ റോഡ്, ചെളിക്കുഴി ആയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത്
ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഗതാഗത സൗകര്യത്തിനുള്ള റോഡാക്കി മാറ്റാൻ അടിയന്തരമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് തയ്യാറെടുക്കണം. കാരണം പഞ്ചായത്തിൻ്റെ കാലാവധി തീരാൻ പോവുക. അതിനു മുമ്പ് ഇത് റോഡ് ഭംഗിയാക്കി നടക്കാനുള്ള ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അംബേദ്കർ റോഡുമായിട്ടാണ് മില്ലുംപടി സ്നേഹദീപം റോഡ് സംഗമിക്കുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ടാക്സി വാഹനങ്ങൾ ഇതുവഴി കടന്നുവരാൻ മടിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. മഴക്കാലം എത്തുന്നതോടെ കുഴികളിൽ ആകെ വെള്ളക്കെട്ടും രൂപം കൊള്ളും. ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കണമെന്നാണ് ഈ റോഡിനെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നവരുടെ ആവശ്യം. കട്ടപ്പന കൊച്ചുതോവാള പുളിക്കൽപ്പടി മറ്റത്തിൽപ്പടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി ഉദ്ഘാടനം ചെയ്തു. നാളുകളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്നിരുന്ന കൊച്ചുതോവാള പുളിക്കൽപ്പടി മറ്റത്തിൽപ്പടി റോഡാണ് നവീകരിച്ചത്. കട്ടപ്പന നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14.5 ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 14.5 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മളെ പുളിക്കപ്പടിയിൽ നിന്നും മറ്റത്തിൽപ്പടിയിലേക്കുള്ള റോഡിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് ഈ റോഡിൻ്റെ അവസാന ഭാഗം മറ്റത്തിൽപ്പടിയിലേക്ക് ഇറങ്ങുന്ന ഒരു കുറച്ച് ഭാഗം കൂടി തീർക്കാനുണ്ട്. അത് നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒരു വരുന്ന വർഷത്തിനോടിടയ്ക്ക് തന്നെയായിട്ട് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ പണിയും നമ്മൾ പൂർത്തീകരിക്കും എന്നുള്ള കാര്യം പറയുകയാണ്. കോൺക്രീറ്റിംഗും ടാറിങ്ങുമായിട്ടാണ് പണി പൂർത്തീകരിച്ചത്. റോഡിന്റെ നവീകരണത്തിനായി പ്രദേശവാസികൾ സ്ഥലം ഉൾപ്പെടെ വിട്ടു നൽകിയിരുന്നു. യോഗത്തിൽ കൊച്ചുതോവാള ഇടവക വികാരി ഫാദർ എബി വാണിയപ്പുരയ്ക്കൽ, സോണി ചെത്തിയിൽ, എബി മണർകാട്ട്, ക്ലെന്നീസ് തോപ്പിൽ, റോയി പുറംചിറ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ തോണിത്തടി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ മീനപ്പൂയ മഹോത്സവത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. ഏപ്രിൽ 2 മുതൽ 6 വരെയാണ് ഉത്സവം നടക്കുക. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെയും ക്ഷേത്ര മേൽശാന്തി PV ഷാജൻ ശാന്തികളുടെയും മറ്റ് മേൽശാന്തിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് തൃക്കൊടിയേറി. ക്ഷേത്രാചാര ചടങ്ങുകൾ, പ്രഭാഷണങ്ങൾ, വിവിധ കലാപരിപാടികൾ, കുടുംബസംഗമം, ഘോഷയാത്ര, മഹാപ്രസാദമൂട്ട എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. തൃക്കൊടിയേറ്റിന് ശേഷം ഗായകൻ അരുൺ അനിരുദ്ധൻ നയിച്ച ഗാനമേളയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് അനീഷ് ബാബു, സെക്രട്ടറി വിനോദ് വരയാത്ത, ബിജു ചമ്പൻകുളം, സുരേഷ് പടന്നമാക്കൽ എന്നിവർ നേതൃത്വം നൽകും. ക്യാപിറ്റൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ക്യാപിറ്റൽ ടയർ ഡ്രൈവ് കട്ടപ്പന സ്കൂൾ കവലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്രിഡ്ജ് സ്റ്റോൺ സൗത്ത് സോൺ ഹെഡ് മന്ദീപ് ജയ്സ്വാൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ 15 വർഷമായി ടയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്യാപിറ്റൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് ക്യാപിറ്റൽ ടയർ ഡ്രൈവ്. മൾട്ടിനാഷണൽ കമ്പനിയായ ബ്രിഡ്ജ് സ്റ്റോണിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗീകൃത വിതരണക്കാരാണ് ഇവർ. കഴിഞ്ഞ 15 വർഷക്കാലമായി ടയർ വ്യാപാര മേഖലയിൽ ഈ കട്ടപ്പന പ്രദേശവാസികളുടെ സഹകരണത്തോടെ വിജയകരമായി മുന്നോട്ട് പോകുന്നതാണ് ക്യാപിറ്റൽ ഗ്രൂപ്പ്. ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് കട്ടപ്പന കോട്ടയം റോഡിൽ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ബ്രിഡ്ജ് സ്റ്റോൺ എന്ന കമ്പനിയുടെ ഒരു ബ്രാൻഡഡ് ഷോപ്പ്, എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ടയർ എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രീമിയം ടയർ എന്ന നിലയിൽ ഇന്ന് എല്ലാ വാഹന ഉടമകളും ആഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ അവരുടെ കീഴിൽ അവരുടെ നേതൃത്വത്തിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന USA ടെക്നോളജി വീൽ അലൈൻമെൻറ്റ് മെഷീനും USA ടെക്നോളജി ബാലൻസിങ് മെഷീനും ടയർ ചേഞ്ചിങ് മെഷീനും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ടയറുകളുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ നിന്നും ലഭ്യമാണ്. We have an exclusive store which is Bridgestone exclusive. It offers premium products, and when I say premium, it is all offering luxury products, even starting from a small car of Maruti to the luxury of BMW, Audi. So we are focused on providing very good quality, and with Tire Tribe we have partnership to provide even better services. So a good quality product and services, as he said, machines from US. I mean, these are the best machineries to provide services. So customer can come assured he will get best in class tires, best in class services, and the brand association will definitely make customer satisfaction more strong in this area. വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനം
കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തേ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എന്നിവർ നിർവഹിച്ചു. ആദ്യ വിൽപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടടയിൽ നിന്നും ശശി വെലമാവുകുടിയിൽ സ്വീകരിച്ചു. സ്വാമി ഗുരുപ്രകാശ്, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, വിനോദ് ഉത്തമൻ, സജി പറമ്പത്ത്, PT ഷിബു, വിധു A സോമൻ, ജോയി ആനിത്തോട്ടം, തോമസ് മൈക്കിൾ, K കുമാർ, PT ബാലചന്ദ്രൻ, സിജോമോൻ ജോസ്, ഷാജി നെല്ലിപ്പറമ്പിൽ, രമേശ് കല്ലറക്കൽ, രാജേഷ് ബേബി, സിജോ എവറസ്റ്റ്, റിച്ചി സിബി, ആനി ജബരാജ്, മോനിഷ വിശാഖ്, ക്യാപിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ ബിജു മാധവൻ, ടയർ ട്രൈബ് മാനേജിംഗ് ഡയറക്ടർ ഗോകുൽ ബിജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ വനം വകുപ്പ് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇരകളെ ആക്രമിക്കുന്ന കടുവയുടെ ഭയാനകമായ ശബ്ദം പുറപ്പെടുവിച്ചാണ് ദേവികുളം RRT സംഘം കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുന്നത്. ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്ന് RRT സംഘാംഗങ്ങൾ വിവരിക്കുന്നു. ഇരയെ ആക്രമിക്കുന്ന കടുവയുടെ ഭയാനകമായ ശബ്ദമാണിത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഈ ശബ്ദം പുറപ്പെടുവിച്ച തിരികെ വനത്തിലേക്ക് തുരത്തുന്ന പ്രതിരോധ മാർഗമാണിപ്പോൾ ദേവികുളം RRT സംഘം അവലംബിക്കുന്നത്. ഇര തേടുന്ന കടുവയുടെ ശബ്ദം ആനകൾ ഭയപ്പെടുന്നുവെന്നും ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്നും RRT സംഘാംഗങ്ങൾ പറഞ്ഞു. ഈ ഒരു മ്യൂസിക് ആണ് സിസ്റ്റമാണ് ഇത്. എന്ന് വെച്ചാൽ കടുവയുടെ ഒരു സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ആന ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കുറവായിരുന്നു. ഈ KDCP കമ്പനിയുടെ സഹകരണത്തോടു കൂടി ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിന് ഈയിടയ്ക്ക് നമ്മളിത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ ആനക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് ഈ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഈ കടുവ ഒരു മൃഗത്തിനെ കാട്ടിൽ ആക്രമിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങളുള്ള കൂട്ടം കേൾക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ലാഭമുണ്ട്. ഒരു ആനയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഉപയോഗിച്ച് പോകുന്നുണ്ട്, ഗുണം കിട്ടുന്നുണ്ട്. ജനവാസ മേഖലകളിൽ പതിവായെന്നോണം കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് മൂന്നാറും പരിസര പ്രദേശങ്ങളും. ഇവിടെ RRT സംഘം അക്ഷീണം കാട്ടാനകളെ തുരത്താൻ ജോലി എടുക്കേണ്ടതായുണ്ട്. പടക്കം പൊട്ടിച്ചുള്ള പ്രതിരോധ മാർഗമാണ് RRT സംഘം പ്രധാനമായി അവലംബിക്കുന്നത്. ഈ സമയം ആനകൾ കൂടുതൽ പ്രകോപിതമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കടുവയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിലൂടെ ഇതിനുള്ള സാധ്യത കുറയ്ക്കാമെന്നതിനൊപ്പം ദിവസവും പടക്കം വാങ്ങുന്നതിനായി വരുന്ന പണച്ചിലവും RRTക്ക് ഒഴിവാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 189, വിൽപ്പനയ്ക്ക് വന്നത് 43,658, വിൽപ്പന നടന്നത് 42,408, കൂടിയ വില 3,202, ശരാശരി വില 2,745. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 715 രൂപ, ഏലം കൂടിയ വില 2,650, ഏലം ശരാശരി വില 2,400. കാപ്പിപ്പരിപ്പ് 450, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി.
സ്വർണം ഗ്രാമിന് 8560 രൂപ, വെള്ളി 112. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമം ലംഘിച്ച് കരിങ്കൽ കയറ്റിപ്പായുന്ന ടിപ്പർ ടോറസ് ലോറികളെ കൊടുക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയത് 14 വാഹനങ്ങൾ. SP-യുടെ പ്രത്യേക സ്ക്വാഡ് തൊടുപുഴ മേഖലയിൽ മിന്നൽ പരിശോധന നടത്തിയത് പുലർച്ചെ. പിടികൂടിയ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് പോലീസ്. അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനായി വിശാലമായ സ്കൂൾ മൈതാനം ഒരുങ്ങുന്നു. 1 കോടി രൂപ ചെലവഴിച്ച് പണികഴിപ്പിക്കുന്ന മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് A. രാജ MLA നിർവഹിച്ചു. ടെക്നിക്കൽ സ്കൂളിനെ ഹൈസ്കൂൾ നിലവാരത്തിൽ നിന്നും ഹയർ സെക്കൻഡറിയാക്കി ഉയർത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും MLA. വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിരുന്ന ഇരവികുളം ദേശീയോദ്യാനം തുറന്നു. പാർക്ക് അടച്ചിട്ടിരുന്നത് 2 മാസത്തേക്ക്. ഉദ്യാനം തുറന്നതോടെ മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷ. ഇടുക്കിയുടെ വിനോദസഞ്ചാര രംഗത്ത് ഏറെ സാധ്യതകളുള്ള കാൽവരി മൗണ്ടിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തം. പ്രധാന പാതയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതരുടെ ശ്രദ്ധയുണ്ടാവണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.